എന്താണ് ഇന്ത്യയിലെ കുട്ടികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകം? എന്താണ് അവരെ വളരാൻ വിടാത്ത, അവരെ മൂലിച്ചുതിയിലേക്ക് നയിക്കുന്ന, അവരെ ഒരു വ്യക്തിത്വം ഇല്ലാത്തവരായി മാറ്റുന്നതിനുള്ള ഫാക്ടേഴ്സ്? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളും ഓടി വന്നേക്കാം. സവർണ ചിന്തകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തില് ചില എന്താ പറയാ, നമുക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ മാനവികതയിൽ ഊന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തത്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാം. അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു പോരായ്മ എന്നൊക്കെ തോന്നാം. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ പലതായ കാര്യങ്ങൾ ഓടി വരുമെങ്കിലും നമ്മളെ സംസ്കാരശൂന്യരാക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ കുട്ടികളെ സംസ്കാരശൂന്യരാക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അത് ചില ഇച്ചി നഴ്സറി ഗാനങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കണം. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന പാട്ട് ജേണി ജേണി എസ് പപ്പ എന്ന് പറയുന്ന ഈ പാട്ട് ജോണി ജോണി എസ് പപ്പ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയും, എസ് പപ്പ ഈറ്റിംഗ് ഷുഗർ ആണോ, അതോ നീ ഷുഗർ കഴിക്കുകയാണോ, നോ പപ്പ എന്ന് പറയും. ഇത്തരത്തിൽ നുണ പേരൻസിനോട് പറയാൻ പഠിപ്പിക്കുന്ന ഒരു പാട്ടാണ് നമ്മുടെ നേഴ്സറികളിൽ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഈ പാട്ടിന്റെ കാര്യം എടുക്കാം, അത് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് വരാം. നമ്മൾ നേഴ്സറികളിലൊക്കെ കേട്ട് വളർന്നിട്ടുള്ള റെയിൻ റെയിൻ ഗോയവേ. നമ്മളെ പോലെ കാർഷിക രീതിയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു രാജ്യത്ത് ഈ പെയ്യുന്ന മഴ, അത് മഴയില്ലാത്തൊരു രാജ്യമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. അതിന്റെ പുറകിൽ ഇവരുടെ പോട്ടെ. അപ്പൊ അത്തരത്തിൽ മഴയില്ലാത്ത ഒരു രാജ്യത്തിലേക്ക്, മഴ കുറഞ്ഞു വരുന്ന ഒരു രാജ്യത്തിൽ റെയിൻ റെയിൻ ഗോ അവേ, മഴയെ നീ പോകൂ എന്ന് പറയുമ്പോൾ അതെന്തൊരു വൃത്തികേടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ പഠിപ്പിക്കുന്ന നേഴ്സറി പാട്ടുകളാണ് നമ്മുടെ കുട്ടികളെ സംസ്കാരശൂന്യരാക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് വഹിക്കുന്നത്, അല്ലേ? അപ്പൊ നിങ്ങൾ തോന്നുമ്പോൾ എന്ത് ആണ് ഈ പറയുന്നതെന്ന്. പക്ഷെ ഞാനല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ UP-യിലെ എന്താ പറയുക, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള യോഗേന്ദ്ര ഉപാധ്യായ എന്ന് പറയുന്ന അദ്ദേഹം കാൺപൂരിൽ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ റെയിൻ റെയിൻ ഗോയവേ എന്ന് പറയുന്ന പാട്ടും ജോണി ജോണി എസ് പപ്പ എന്ന് പറയുന്ന പാട്ടും, ഇത്തരത്തിലുള്ള പാട്ടുകൾ കുട്ടികളെ നുണ പറയാനും, അല്ലെങ്കിൽ നമ്മുടെ കാർഷിക സമൃദ്ധിയിൽ ഊന്നിയിട്ടുള്ള നമ്മുടെ രാജ്യത്തിലെ മഴയെ പോകാനും ഒക്കെ പറയുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ മൂല്യച്യുതിയുടെ ഒരു ഫാക്ട്. ശരിയാ, നമ്മുടെ ഇന്ത്യൻ മൂല്യങ്ങളെ അതിനെ തകർക്കാൻ നമ്മൾ ആരെ കൊണ്ടും അനുവദിപ്പിക്കരുത്. അതിപ്പോ എവിടത്തെ നഴ്സറി പാട്ടാന്ന് പറഞ്ഞാല് പിന്നെ ഒന്നും മുടിഞ്ഞു പോകാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്നൊക്കെ ചില ദേശദ്രോഹികൾ പറയും. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളതെന്ന് നിങ്ങൾ നോക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ സയന്റിഫിക് നോളജുകൾക്കും കൂലങ്കലുഷിതമായിട്ടുള്ള കോട്ടകുത്തലങ്ങളെ ഇളകിക്കുന്ന ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.